അവിടുത്തെ വഫാത്ത് രാവിലെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളോട് നടത്തി. ഇപ്പോൾ നമ്മുടെ ചേഞ്ച് കൂട്ടായ്മയുടെ ഖാദിമാത്തുകളിൽപ്പെട്ട ഒരാളുടെ മകൻ, പിന്നെ നമ്മുടെ മുഹമ്മദ് റബീ, അദ്ദേഹത്തിൻ്റെ ഉപ്പ സ്റ്റേജിലുണ്ട്, ഉസ്താദാണ്. അല്ലാഹുത്തആലക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ മുഹമ്മദ് റബീ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഒരു സുദ്ദീഖ്റുല്ലാഹിനെ കുറിച്ചൊരു നല്ല ഒരു കൊച്ചു പ്രസംഗം ഇപ്പോൾ നടത്തും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, വിശ്വാസി ലോകത്തിന് സൗഹൃദത്തിന്റെ മഹോന്നതമായ മാതൃക അവതരിപ്പിച്ചുകൊണ്ട് വിടവാങ്ങിയ ചരിത്രത്തിലെ ഉജ്ജ്വല നാമമാണ് സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂബക്കർ എന്റെ ആത്മമിത്രമാണ്. ഞാനുമായുള്ള സൗഹൃദത്തിൽ അബൂബക്കറിനെ പോലെ മറ്റാരുമില്ല. അല്ലാഹുവിൽ സംഗമിക്കുമ്പോഴും ഇത് തുടരുമെന്ന്. സാഹോദര്യവും വിശ്വാസവുമാണ് ഞങ്ങളെ ഒന്നാക്കിയത്. സൗഹൃദത്തിന്റെ കാതിൽ എന്താണെന്ന് നമുക്ക് ഈ വാക്കിൽ പഠിക്കാനുണ്ട്. ആരാണ് യഥാർത്ഥ സുഹൃത്ത്? സൗഹൃദം എപ്പോഴാണെന്ന്, സൗഹൃദത്തിന്റെ അടിത്തറ എന്താണെന്ന്, രണ്ടുപേർക്കിടയിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് സയ്യിദ്നാ അബൂബക്കർ തമ്മിലുള്ള ബന്ധം നേരത്തെ തുടങ്ങിയതാണ്. വിശ്വാസത്തിന് മുമ്പേ തുടങ്ങിയതാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര ബന്ധം. അഭിരുചിയെ യോജിക്കുമ്പോഴാണ് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. എങ്കിൽ ഈ രണ്ട് വ്യക്തികളിലെ സൗഹൃദത്തിന്റെ പാലം രൂപപ്പെട്ടതിലും സ്വതന്ത്രം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇസ്ലാം അവർക്കിടയിലെ സൗഹൃദത്തെ പോലെ ദൃഢമാക്കുകയാണ്. ജീവിതത്തിലെ ഉടനീള പോലെ ചരിത്രത്തിൽ അബൂബക്കറിനെ നമ്മൾ കണ്ടുമുട്ടും. ആ കരുതൽ കണ്ട ലോകം അത്ഭുതപ്പെടും. ആ സൗഹൃദത്തിന്റെ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു വികാരപരിതാപം ചോദിക്കുന്നുണ്ട്, ഓ അബൂബക്കർ, എന്റെ ജീവിതത്തിലെ എല്ലാം അങ്ങേക്ക് തരാം. പകരം മകനോടുള്ള സൗഹൃദയിലെ എനിക്ക് തരൂ എന്ന് അന്ന് സൗഹൃദയിൽ അബൂബക്കർ റളിയല്ലാഹു. ഗുഹാമുഖത്തിന്റെ തങ്ങളെ നിർത്തി ആദ്യം ഗുഹയിലേക്ക് കയറിയത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കരുതലാണ്. ഗുഹക്കകത്തെ മാളങ്ങൾ മുഴുവനും ഉടുത്ത വസ്ത്രം കീറി അടച്ചു കെട്ടിയത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജാഗ്രതയാണ്. ഒടുവിൽ ബാക്കിയായ മാളം സ്വന്തം കാൽവിരൽ കൊണ്ട് അടച്ചു വെച്ചത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സമർപ്പണമാണ്. ആ സമർപ്പണത്തിന്റെ തീവ്രത പരിശോധിക്കാൻ കാത്തിരുന്നതാണ് ആ സർപ്പം. തലച്ചോറിൽ കയറുമ്പോഴും സ്നേഹം കൊണ്ട് അതിനെ മുറിച്ചു കടന്ന സ്നേഹത്തിന്റെ തിളക്കമാർന്ന നാമമാണ് സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മറഉ മഅമൻ അഹബ്ബ. നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗഹൃദ പാഠം. സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കരുതൽ ആവശ്യമാണ്. നമ്മളെ നന്മയിലെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ കഴിയുന്ന സുഹൃത്തിനെയാകണം നാം എല്ലാവരും തിരഞ്ഞെടുക്കേണ്ടത്. നന്മയിൽ കരുത്തും തിന്മയിൽ പ്രതിരോധവും ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനമായി നാം നമ്മുടെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു ഊഷ്മളപാഠങ്ങൾ പഠിക്കാം. അതിലൂടെ പരലോകത്തേക്കുള്ള സൗഹൃദം സമ്പാദിക്കാൻ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്. ചെറിയ മുഹമ്മദ് റബീ എന്ന കുട്ടിയാണ് നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള
വരികൾ ഇവിടെ അവതരിപ്പിച്ചത്. അല്ലാഹു ആ കുട്ടിക്കും കുടുംബത്തിലൊക്കെ വലിയ സന്തോഷമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സാദാത്യങ്ങളൊക്കെ നമുക്ക് ദുആ ചെയ്ത് തരും. മറ്റു മദ്ഹുകളിലോ ബുർദയിലേക്കൊക്കെ കടക്കുകയാണ്.